നമുക്കറിയാം 2016 മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു. കേരളത്തിലെ ഒരു പദ്ധതിയും നടപ്പാകില്ല എന്ന് ജനങ്ങൾ കണക്കാക്കിയ കാലമായിരുന്നു. ആ കാലത്ത് എല്ലാവരും നിരാശയിലായിരുന്നു, കടുത്ത നിരാശ. എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയി, ഇതിനൊന്നും ഇനി മാറ്റമുണ്ടാകില്ല എന്ന ചിന്തയിലാണ് എല്ലാവരും എത്തിയത്. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ 2021-ൽ 2016-ൽ കുറച്ച് മാസം പിന്നിടുമ്പോൾ തന്നെ ഈ ധാരണയാകെ മാറി. ഇവിടെ പലതും നടക്കും എന്ന പ്രതീക്ഷയിൽ ജനങ്ങളെത്തി. അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് സംസ്ഥാനത്താകെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ പറഞ്ഞല്ലോ, 1000 കോടിയോടടുക്കുന്ന വികസന പദ്ധതികളെന്ന്. ഇത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമുള്ള പ്രത്യേകതയല്ല. നമ്മുടെ നാടിന് ഏറ്റവും പ്രധാന വിഷമമായിട്ടുണ്ടായിരുന്നത് നാടിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല എന്നതായിരുന്നു. ആ പണം എങ്ങനെ ഉണ്ടാക്കാനാകും? ആ ആലോചനയിൽ നിന്നാണ് ഖജനാവിനെ മാത്രം ആശ്രയിച്ച് ഇതെല്ലാം നടത്താനാവില്ല, ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ്സ് വേണം. അങ്ങനെയാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കുന്നത്. കിഫ്ബി 2016-ൽ പുനർജീവിപ്പിക്കുമ്പോൾ സർക്കാർ അവകാശപ്പെട്ടത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ കിഫ്ബി മുഖേന ഏറ്റെടുക്കുമെന്നായിരുന്നു. എന്തായിരുന്നു എതിർപ്പ്? ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളായിരുന്നു? വെറുതെ ആളെ പറ്റിക്കുകയാണ്, നടക്കാത്ത കാര്യങ്ങൾ പറയുകയാണ്. ഈ കേരളത്തിന് ആരാണ് പൈസ തരാൻ പോകുന്നത്? എവിടുന്ന് പൈസ കിട്ടാനാണ്? മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപം, പുച്ഛിക്കൽ എല്ലാമായിരുന്നു ആ ഘട്ടത്തിലുണ്ടായത്. പക്ഷേ 5 വർഷം 2021-ൽ പൂർത്തിയായി. അപ്പോൾ 50 അല്ല, 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റെടുത്തത്. ഇപ്പോഴത് 1,10,000 കോടി രൂപയുടെ പദ്ധതികളാണ്. ഇത് മുഴുവൻ പല രൂപത്തിൽ നാടാകെ കാണുകയല്ലേ. പല സാക്ഷ്യപത്രങ്ങളല്ലേ നാട്ടിൽ മുഴുവൻ കാണാൻ കഴിയുന്നത്. സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർബ്രിഡ്ജുകൾ, വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള മറ്റ് നിർമ്മിതികൾ എല്ലാം നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയില്ല. ഒരു 50 വർഷക്കാലം എടുത്താൽ തീർക്കാൻ കഴിയാത്ത അത്രയധികം പദ്ധതികളാണല്ലോ ഈ കാലയളവിൽ നമുക്ക് കേരളത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്.